ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസാണ്. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ 30,000 ഷെയർസ് ആണെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 25,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ മണി റിസീവ് ആവുന്നത്. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 35,000 രൂപയുടെ ആപ്ലിക്കേഷൻ മണി റിസീവ് ആവുന്നത്. അത് ഒരു എമൗണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞുള്ളൊരു എക്സാമ്പിളായിട്ട് കേട്ടോ. കൂടുതൽ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ആവുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ സിറ്റുവേഷൻ ഉണ്ടായാൽ അത് നമ്മൾ 3 തരത്തിലാണ് ട്രീറ്റ് ചെയ്യുക. ഒന്നൊക്കെ ആ ഓവർ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ, അതായത് ഇപ്പോൾ 30,000 ആണ് മിനിമം എന്നുണ്ടെങ്കിൽ 35,000 ആപ്ലിക്കേഷൻ മണി റിസീവ് ആകുന്നുണ്ടെങ്കിൽ 5,000 ആണ് അവിടെ എന്ത് പറയുന്നത്, ഓവർ സബ്സ്ക്രിപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ആ 5,000 രൂപ നമ്മൾ റിജക്റ്റ് ചെയ്യും. അത് ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രോറാറ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഒരു പ്രത്യേക റേഷ്യോയിൽ അത് അലോട്ട് ചെയ്ത് കൊടുക്കും. അത് സെക്കൻഡ്. പിന്നെ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓവർ സബ്സ്ക്രിപ്ഷനും അണ്ടർ സബ്സ്ക്രിപ്ഷനും മേ ബി അണ്ടർ സബ്സ്ക്രിപ്ഷൻ 5 മാർക്കിനും ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രോബ്ലം 10 മാർക്കിനും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കോമ്പിനേഷനൊക്കെ വരുമ്പോൾ കുറച്ച് ലെങ്തി ആവും പ്രോബ്ലം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ റിജക്റ്റ് ചെയ്യുന്നതാണ്. A limited has an authorized capital of 50,000 divided into shares of 10 each. A company issued 2,000 shares at par, which is payable as follows. Application money 3, allotment money first call 2.50, final 2.50. Application were received 25,000 shares. Application money on 5,000 shares were refunded. The issued shares were allotted money remaining. All monies were ഡ്യൂലി. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 25,000 ആയിരുന്നു ഷെയർസ്, പക്ഷേ വന്നിട്ടുള്ളത് 25,000 ഷെയർസിന് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി 3 രൂപയാണ്, അലോട്ട്മെൻറ്റ് മണി 2 രൂപ, ഫസ്റ്റ് കോൾ 2.50, ഫൈനൽ കോൾ 2.50. പിന്നെ നമ്മൾ ഇതിൽ വന്ന ആപ്ലിക്കേഷൻ മണി ഓൺ 5,000ൻ്റെ നമ്മൾ എന്താ ചെയ്യുന്നത്, റീഫണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നമ്മുടെ സെയിം ജേണൽ എൻട്രി തന്നെയാണ്, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എമൗണ്ടിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ മണി അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് എടുത്ത് എഴുതാം. ഷെയർ 20,000 ആണ്. 25,000 വന്നു എന്ന് വിചാരിച്ച് അത് എഴുതണ്ട, 20,000 മാത്രം എഴുതിയാൽ മതി. ആപ്ലിക്കേഷൻ മണി 3 രൂപ, അലോട്ട്മെൻറ്റ് മണി 2 രൂപ, ഫസ്റ്റ് കോൾ 2, ഫൈനൽ കോൾ 2. ഓക്കെ, ഇത് നമ്മളുണ്ട് ചെയ്ത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 75,000. ഈ 75,000 എങ്ങനെയാണ് വന്നത്, 25,000 × 3 ആണ് 75,000 എന്ന് പറയുന്നത്. ആദ്യത്തെ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് എമൗണ്ട് നമുക്ക് എത്രയാണോ വന്നത്, ബാങ്കിലോട്ട് എത്ര ക്രെഡിറ്റ് ആയിട്ടുള്ളത്, 25,000 ഷെയർസിൻ്റെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 25,000 × 3, അപ്പോൾ നമുക്ക് 75,000 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് നമുക്ക് കിട്ടി. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ജേണൽ എൻട്രിയിലാണ് നമ്മളത് റീഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ റീഫണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് വന്നിട്ടുള്ള 75,000 ആണ്, ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, 20,000 × 3 നമുക്ക് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ്. ബാക്കി 15,000, അതായത് 5,000 × 3 നമുക്ക് എന്ത് ചെയ്യണം, അത് റീഫണ്ട് ചെയ്ത എമൗണ്ടാണ്. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് എമൗണ്ട് വന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ 25,000 × 3 നമ്മൾ ആപ്ലിക്കേഷൻ മണി കിട്ടിയത് 25,000 രൂപയുടെ 25,000 ഷെയർസിൻ്റെയാണ്. 25,000 × 3. അപ്പോൾ ബാക്കി നമ്മൾ 5,000 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 5,000 × 3. അത് കഴിഞ്ഞിട്ട് പിന്നെ അലോട്ട്മെൻറ്റ് മണി എഴുതുമ്പോഴും അതുപോലെ തന്നെ ഫസ്റ്റ് കോള് ഫൈനൽ കോളൊക്കെ എഴുതുമ്പോൾ നമ്മൾ 20,000 ഷെയർസിൻ്റെ മാത്രം എഴുതുക. കാരണം 5,000 നമ്മൾ ഓൾറെഡി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എഴുതുമ്പോൾ നറേഷൻ നിങ്ങൾ എഴുതുക, ഇത് ഡ്യൂ ആവുന്നത്, ഇത് റിസീവ് ആവുന്നത്, ഇത് ഡ്യൂ ആവുന്നത്, ഇത് റിസീവ് ആവുന്നത്, ഡ്യൂ ആവുന്നത്, ഫസ്റ്റ് കോൾ മണി ഡ്യൂ, ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് എഴുതിയാൽ മതി, അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നറേഷൻ വലിച്ച് വാലി എഴുതൊന്നും വേണ്ട.
അപ്പോൾ ഇതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസ്. ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് പറയുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്യുന്നതാണ്. റിജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേൽ മാത്രം എന്ത് ചെയ്യുക, എത്ര ഷെയർസിൻ്റെ ആണോ വന്നിട്ടുള്ളത് അത് എഴുതുക. രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ അത് ഡിവൈഡ് ചെയ്ത് എഴുതുക. റിജക്റ്റ് ചെയ്യുന്നത് അത് എഴുതുക. ബാക്കി വരുന്നതൊക്കെ എത്രയാണോ ഉള്ളത് അത് മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ ഇതാണ് റിജക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഉള്ളത്. അപ്പോൾ ബാക്കി മറ്റേ വേറെ ഏതൊക്കെയാണ് വരുന്നത്, പ്രോറാറ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എബൌട്ട് ടു, ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോസ് ഞാനിതിൻ്റെ ബാക്കിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, ഞാൻ വേണേൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ വീഡിയോ ചെയ്തു തരാം കേട്ടോ. താങ്ക് യു.